ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മേഘ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പം ഞാൻ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. കുറച്ച് പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ട് പിന്നെ ഫൗണ്ടേഷനും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് ഫേസിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. രണ്ടാമത്, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മുഖക്കുരു ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അമർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ഐസ് ക്യൂബ് ഇപ്പോൾ കുറച്ച് വെള്ളമായി തുടങ്ങി, അത് കാരണം കൊണ്ടാട്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഫേസ് ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതൊന്ന് നമ്മുടെ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് 1 മിനിറ്റ് സ്കിന്നിൽ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മേക്കപ്പ് ചെയ്യണതിന് മുൻപായിട്ട് സ്കിൻ എപ്പോഴും നന്നായി മോയ്സ്ചർ ചെയ്യണം. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ്. അടുത്തതായിട്ട് ഞാനൊരു പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ഞാനൊരു BB ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് NYBയുടെ BB ക്രീമാണ്. ഫൗണ്ടേഷൻ ഇഷ്ടമുള്ളവർക്ക് ഫൗണ്ടേഷൻ ഇടാം. എനിക്ക് ഫൗണ്ടേഷൻ അധികം താല്പര്യമില്ല, അത് കാരണം BB ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം കവറേജൊക്കെ തരുന്നുണ്ട്. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് നമ്മുടെ ഡാർക്ക് ഏരിയാസിലൊക്കെ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കോണ്ടോർ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. ഇനി നമുക്കിതൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ചെയ്താലും മതി, സമയമെടുത്ത് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്താലും മതി. ഈ മേക്കപ്പ് ബ്ലെൻഡർ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ 100 രൂപേന് താഴെ ഒന്നുമില്ല. അപ്പം ഞാനിത് പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് 60 റുപ്പീസേ വന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു ബ്ലെൻഡറാണിത് കേട്ടോ. മാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണിത്. അടുത്തത് നമുക്ക് കോമ്പാക്റ്റ് ഇടാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മേബലിൻ്റെ സൂപ്പർ വൈറ്റ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പാക്റ്റാണ്. നല്ല കോമ്പാക്റ്റാണ് കേട്ടോ. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നല്ല വില കുറവിന് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഫേസിലിട്ട് കൊടുക്കുക. കോമ്പാക്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഐ ഷാഡോയാണ്. ഇത് മാർസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് ഞാനൊരു ലൈറ്റ് പിങ്ക് കളറ് ഐ ഷാഡോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ബ്രഷ് വെച്ചിട്ട്. ജസ്റ്റ് ഒരു പിങ്ക് കളർ മാത്രം ഇടുന്നുള്ളൂ, കളേഴ്സ് മിക്സ് ചെയ്തിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. അടുത്തായിട്ട് ഞാൻ കണ്ണ് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കണ്ണ് എഴുതി കൊടുക്കുകയാണ്. മുകളിലും താഴെയും ഈ കാജൽ വെച്ചിട്ട് തന്നെയാണ് കണ്ണെഴുത്. എന്നിട്ട് ചെറിയൊരു വിങ്ങും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫെസ്റ്റിവൽ മേക്കപ്പ് ലുക്കായ കാരണം കണ്ണ് നല്ല രീതിയിൽ തന്നെ എഴുതണതാണ് ഭംഗി. ഇത് അത്യാവശ്യം നമുക്കൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് ചെയ്യാം. നമുക്ക് സിൽക്ക് സാരിയുടെ ഒക്കെ കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാൻ 2 കണ്ണു നന്നായിട്ട് എഴുതി കഴിഞ്ഞു. അടുത്ത് ഞാൻ ഐബ്രോസാണ് എഴുതുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പഴയ എൻ്റെ ഒരു മസ്കാരയുടെ ബോട്ടിലാണ്.
ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും പെർഫെക്ഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പഴയ മസ്കാര ബോട്ടിലൊന്നും കളയണ്ട കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ സാധാരണ ADSൻ്റെ ഒരു ലോക്കൽ ഐ പെൻസിലാണ്. അപ്പോൾ അതിനേക്കാളും നന്നായിട്ട് ഇതുകൊണ്ട് വരയ്ക്കുമ്പോൾ വരുന്നുണ്ട്. ഇനി മസ്കാര ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിൽ കുറച്ച് ഐലൈനർ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ലിപ് കളറാണ്, മാറ്റ് ലിപ് കളറാണ്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് പിങ്ക് എഡിഷനിൽ 4 എണ്ണമായിട്ട് കിട്ടണതാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തേക്കുന്നത് ട്രോഫി വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, കാരണം ഇത് നല്ല ബ്രൈറ്റ് കളറാണ്. അപ്പോൾ ഒരുപാട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ലിപ്സ് മാത്രം അങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ സിന്ദൂരം ഇടുകയാണ്. സിന്ദൂരം നമ്മൾ സെറ്റ് സാരി കൊടുക്കുമ്പോൾ സിന്ദൂരം ഇടുന്നതല്ലേ രസം. കല്യാണം കഴിഞ്ഞവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഞാനൊരു ബ്ലാക്ക് കളർ പൊട്ടും കൂടി കുത്താണ്. അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സെറ്റും സാരി കൊടുത്തിട്ടുള്ളൊരു ലുക്കാണിത്. ഇനി ഞാൻ ഈ ജ്വല്ലറീസിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. ഈ ജുംക്ക ഒരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ മാല എൻ്റെ മാരേജിന് വാങ്ങിച്ചതാണ്. ഇതൊരു ചെട്ടിനാട് സ്റ്റൈലുള്ളൊരു മാലയാണ്. പിന്നെ വള വന്നിട്ട് നോർമലായിട്ടുള്ള ഗോൾഡിൻ്റെ വളയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മുടി ഞാൻ സാധാരണ കെട്ടുന്ന പോലെയാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വിഷു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.